അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമീറയുടെ മനസ്സിൽ ഭയം അനുഭവപ്പെട്ടു തുടങ്ങി. റബ്ബേ, അല്ലാ, മച്ചി എന്ന് വിധി എഴുതിയവളാണ് ഞാൻ. 5 വർഷം ഒരാളുടെ കൂടെ ജീവിച്ചിട്ടും ആ റബ്ബേ, എന്തൊക്കെ തന്നെയാലും എൻ്റെ പേര് മച്ചി എന്നായിരുന്നു അവരെന്നെ വിളിച്ചിരുന്നത്. അവൾ അവളുടെ നാത്തൂന്മാരെ ഓർത്തു. എടി മച്ചി, ഇത് ഞങ്ങൾ ആങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ടാണോ വന്ന് കൂടിക്കണത്? ഒരു മച്ചി വല്ലാത്തൊരു ഇടങ്ങാറിന് എന്നെ കൊണ്ട്. എല്ലാവരും ചോദിക്കും കുട്ടികളില്ലേ മക്കളില്ലേ എന്നൊക്കെ. എന്തൊരു അതാപാണിത് ഈ വന്ന് പെട്ടതിന് ശേഷം ഇവിടെ ആകെപ്പാടെ മുടിഞ്ഞു പോയി. ഒരു കുട്ടികളും മക്കളില്ലാത്തൊരു സാധനം. വീടിന് ലക്ഷണക്കേടാണ് ഇങ്ങനത്തെ പെണ്ണുങ്ങൾ. ഇറങ്ങി പോകാൻ നോക്കിക്കൂടെ എനിക്ക്, ഞങ്ങൾ ആങ്ങളിനെ ഇടങ്ങാറാക്കാതെ? അതെ, റാഹില, ഷെറീന, അവരുടെ ആ ഒരു വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും അത് ഒരു വലിയ ശബ്ദമായി ചെവിയിലേക്ക് പതിച്ചു കൊണ്ടിരുന്നു. അതെ, ഒരുപാട് കഷ്ടപ്പെട്ടതാണ് റബ്ബേ. അല്ലാ, ഇനിയും ആവില്ല റബ്ബേ. എന്നാൽ പലതവണ നാസറിൻ്റെ അടുക്കൽ നിന്നുള്ള ആ ഒരു ചവിട്ടും മർദ്ദനവും, മച്ചി ഇവിടെ വന്ന് കുടുംബം കലക്കാനായിട്ട് വന്നു കൂടിയിരിക്കുന്നു, ഇറങ്ങിപ്പോടി പുറത്ത്, പലതവണ അങ്ങനെയും. പക്ഷെ എങ്ങോട്ട് പോവാൻ? ഉമ്മയില്ല, ഉപ്പയില്ല, ആങ്ങളാരുള്ളത് അവർ നോക്കൂല്ല. എങ്ങോട്ട് പോവാൻ റബ്ബേ? പലവട്ടം ഞാൻ വിചാരിച്ചിട്ടുണ്ട് റബ്ബേ, നിൻ്റെ സന്നിധിയിലേക്ക് നീ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലാ, എത്ര നല്ലതായിരുന്നു റഹ്മാനെ. കഴിയില്ല റഹ്മാനെ ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാൻ. പെട്ടെന്ന് സെമി, ഡി പെണ്ണെ, എന്താ ആലോചിക്കണത്? ഡോക്ടർ നിന്നെ വിളിക്കുന്നു, നീ കേൾക്കുന്നില്ലേ? ആഹാ സെമീറ, എന്ത് സ്വപ്നലോകത്താണോ? ഓ, ആണെന്ന് തോന്നുന്നല്ലോ അല്ലേ? ഒരുപാട് സമയമായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ ഡോക്ടറെ, ഞാനറിയാതെ. ഓ, ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ആ പിന്നെ 2 പേരോട് കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉസ്താദേ, നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ അല്ലേ? ഓൾറെഡി ഒരു മകളുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പടച്ച റബ്ബ് ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാകും. അതായത് ചിലർക്ക് 1 മക്കളായിരിക്കും, ചിലർക്ക് 2 ആയിരിക്കും, ചിലർക്ക് മക്കളെ ഉണ്ടാവില്ല എന്ന് കരുതി നമ്മൾ നിരാശപ്പെടാനൊന്നും പാടില്ല. അതുകൂടി കേട്ടപ്പോൾ ശരിക്കും ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. റബ്ബേ, എനിക്ക് വേണ്ടിയിട്ട് എന്നല്ല, എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എൻ്റെ ഷെമിയുടെ ആ ഒരു സങ്കടം മാറാൻ വേണ്ടിയിട്ട് റഹ്മാനെ, അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു ചിന്തയായിരുന്നു. അല്ലാതെ ഒരിക്കൽ പോലും മക്കളെ വേണമെന്നുള്ള രീതിയിലല്ല സമീറയെ കല്യാണം കഴിച്ചത്. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കൊരു കൂട്ട്, തൻ്റെ പൊന്നുമോൾക്കൊരു ഉമ്മച്ചി എന്നുള്ള രീതിയിൽ മാത്രമാണ് സമീറയെ ഞാൻ കല്യാണം കഴിച്ചത്. റബ്ബേ, അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ എൻ്റെ ഉമ്മയുടെ സ്ഥാനം അവൾ ഏറ്റെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്ഥാനം അവൾ ഏറ്റെടുത്തു. അതെ, എൻ്റെ പെങ്ങളുടെ സ്ഥാനം, എൻ്റെ കാമുകിയുടെ സ്ഥാനം എല്ലാം കൂടി അവൾ ഏറ്റെടുത്ത് ശരിക്കും ഞാനൊരു കൊച്ചു കുട്ടിയായി മാറിയ നിമിഷങ്ങൾ വരെയുണ്ട്. കാരണം അത്രയ്ക്ക് കെയറിങ് ആണ് അവൾക്ക് എന്നോട്. ഇക്ക, എന്ത് ചായ കുടിക്കാത്തേ? എന്താ എൻ്റെ പൊന്നു മോനല്ലേ, എന്തിങ്ങനെയൊക്കെ വിഷമിക്കുകയാണോ? എന്തിനാ? തലയിൽ തലോടുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വന്ന് തന്നെ ആശ്വസിപ്പിക്കുകയാണെന്ന് തോന്നും. ചില സമയത്ത് ഭാര്യയുടെ അതേ റോൾ അഭിനയിക്കും, എന്നാൽ ചിലപ്പോൾ ഒരു സഹോദരിയെ പോലെ. എന്നാൽ എനിക്ക് കൂടുതലായിട്ട് എപ്പോഴും അനുഭവപ്പെടാറുള്ളത് എൻ്റെ ഉമ്മയുടെ സ്നേഹവും തണലും അതെനിക്ക് കിട്ടുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഇക്ക, നിങ്ങൾ വിഷമിക്കല്ലേ, അള്ളാഹുല്ലേ നമ്മുടെ കൂടെ. സാരല്ല കേട്ടോ, സാരല്ല. അത് മുടികളിലൂടെ അവൾ തലോടുമ്പോൾ തൻ്റെ ഉമ്മ തൻ്റെ തലയിൽ തൊട്ട് തലോടുന്ന പോലെ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അതെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയായും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായും തൻ്റെ കൂട്ടുകാരിയായും എല്ലാ നിലക്കും എൻ്റെ പ്രിയപ്പെട്ട സമീറ എനിക്കുണ്ടായത് കൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്, ആശ്വാസമാണ്. ചില സമയത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാനങ്ങ് ആയിത്തീരും. അതെ, അത്രക്കും സ്നേഹമാണ് അവൾക്ക് എന്നോട്. അല്ലാഹുവേ, അവളുടെ സന്തോഷത്തിന് വേണ്ടി നീ റഹ്മാനെ അവൾക്ക് നീ അത് റെഡിയാക്കി കൊടുക്കല്ല. ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. എന്നാൽ സമീറയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി.
എന്തായിരിക്കും റിസൾട്ട് എന്ന് അറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളിൽ എന്നാൽ ഡോക്ടർ ഫാത്തിമ സുഹ്റ ആ ഒരു ചെയറിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റിട്ട് തൻ്റെ ടേബിളിലുണ്ടായിരുന്ന ഒരു റോസാപ്പൂ എടുത്ത് രണ്ടു പേർക്കുമായി നീട്ടിയിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് ഉസ്താദേ. സെമീറ, എന്തൊക്കെ തന്നെയിൽ മാഷാ അല്ലാ. ഉസ്താദേ, നിങ്ങൾ രണ്ടാമതൊരു പിതാവാകാൻ പോകുന്നു. കൺഗ്രാജുലേഷൻസ്. ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ട ഒരു നിമിഷം ഉസ്താദും സെമീറയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അൽഹംദുലില്ലാ എന്നവർ ഒരുമിച്ച് പറഞ്ഞു. അതെ, സെമീറക്ക് സങ്കടം, സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, സാരല്ല. എന്താ കരയാണ് രണ്ടുപേരും? ഓ, വളരെയധികം സന്തോഷകരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഇത്രമാത്രം? അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞതല്ലേ, പിന്നെ എന്താ ഇത്രമാത്രം ഒരു അനുഭൂതി? അത് അത് കുഞ്ഞൊരു 3 വയസ്സ് കഴിഞ്ഞ സന്തോഷമായിരിക്കും അല്ലേ? രണ്ടാമതൊരു കുഞ്ഞിനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള അല്ലേ, അതായിരിക്കും അല്ലേ? ഏതായാലും കൺഗ്രാജുലേഷൻസ്. നല്ലൊരു കുഞ്ഞു വാവയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ. പിന്നെ കറക്റ്റ് രീതിയിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. ഇത് സ്റ്റാർട്ടിങ് ആണ്. ഒന്ന് കരുതണം, നല്ലതാണ്. കരുതണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ ഈ ദുനിയാവിലേക്ക് ജന്മം അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തൊക്കെ തന്നെ നോ പ്രോബ്ലം. കാരണം എത്രയോ ഗർഭിണികൾ എത്ര വലിയ ജോലികളും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട് അല്ലേ? വലിയ കരിങ്കൽ ക്വാറികളിൽ അവർ നിരന്തരം ജോലി ചെയ്യുന്നവരിൽ ഗർഭിണികളുണ്ട്. അതെ, 8 മാസം 9 മാസമായൊക്കെ ആളുകൾ ആക്രികൾ പെറുക്കി നടക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. വലിയ കല്ലുകൾ ഏറ്റുന്നവരുണ്ട്. എന്നാൽ അവരുടെ പ്രസവമൊക്കെ സുഗമമായിരിക്കും. അതുകൊണ്ട് റെസ്റ്റും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഒന്ന് കരുതുന്നത് കുറച്ച് നല്ലതാണ്. കാരണം നമുക്കൊരു അള്ളാഹു നൽകിയൊരു അനുഗ്രഹമല്ലേ, നമ്മളതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കെയറിങ്. ഓക്കെ. പിന്നെ മോളെ ഒന്ന് പരിശോധിക്കണം കേട്ടോ. ശരിക്കും സെമീറാക്ക് അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, അവർ വിചാരിച്ചത് ഉസ്താദിൻ്റെ ആദ്യ ഭാര്യ തന്നെയാണ് ഞാനെന്ന്. അവർക്കറിയാമല്ലോ, ഒരു പ്രസവമായാലും രണ്ടാമത്തെ പ്രസവമായാലും അവരുടെ ശരീരഘടന കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ. ഒരു നിമിഷം അവൾ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഡോക്ടറെ, എന്നാൽ ചെക്കപ്പിന് അടുത്ത പ്രാവശ്യം വന്നാൽ മതിയോ? അതെന്താ, ഒന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് വയറൊന്ന് ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. അങ്ങനെ അതാ സെമീറയെ അതിനുള്ളിലേക്ക് കിടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഉസ്താദ് ദയനീയമായി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. എന്ത് പറ്റി ഉസ്താദിന് എന്ത് പറ്റി? ഫാത്തിമ സൂറ സ്നേഹത്തോടെ ചോദിക്കുന്നു. ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യമാണ്? നിങ്ങൾക്ക് ഇത്രയ്ക്കും നല്ലൊരു ഭാഗ്യം വന്നതല്ലേ. പിന്നെ പ്രഗ്നൻ്റ് ആകുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. എന്ത് പറ്റി? ഡോക്ടറെ, അത് എൻ്റെ എന്താ പറഞ്ഞോളൂ. ഐഷു ഡോക്ടറുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മോളൂ? ഡോക്ടറെ, ഇവളുടെ ഉമ്മച്ചി എൻ്റെ സുഹ്റ, അവൾ പോയിട്ട് 2 വർഷമായി. പോയിട്ടോ? എന്തു പറ്റി? അത് എന്ത് ഡൈവേഴ്സ്? നോ, എൻ്റെ ഉമ്മച്ചി മരിച്ചു പോയി. ആ പൊന്നുമോളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഡോക്ടർ വരെ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, സോറിടാ, സോറി, ഞാൻ അറിയാതെ. ഉസ്താദേ, സോറി കേട്ടോ. സാരല്ല. എന്തു പറ്റി? അതെ, ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിച്ചതാട്ടോ, സോറി. ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോഴേ ഒന്നും കുഴപ്പമില്ല. എന്തായിരുന്നു? അവൾക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ അവൾ പോയി ഡോക്ടറെ. അവൾ ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ, 1 വയസ്സുകാരി കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അവൾ പോയി പഠിച്ചവൻ്റെ അടുത്തേക്ക്. ഉസ്താദ് വിതുമ്പി. എന്നാൽ ഡോക്ടർക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമായി. സോറി കേട്ടോ, ഞാനറിയാതെ. സോറി ഉസ്താദേ, ഞാനറിയാതെ പറഞ്ഞു പോയതാണ്. അതൊന്നും സാരമില്ല. അപ്പോൾ ശരിയാണ്,
അവൾ വേറെ വിവാഹം കഴിച്ച്. അതെ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഓ, അങ്ങനല്ലേ. എന്തായാലും ഞാൻ അറിയാതെ ചോദിച്ചു പോയതാട്ടോ. മോളെ, മോളുടെ പേരെന്താ? ഐഷു. മോൾക്കൊരു കുഞ്ഞാവ് വരാൻ പോവാണല്ലോ അല്ലേ? മോൾക്ക് എന്ത് വാവയെ വേണ്ടത്? എനിക്ക് രണ്ടും വേണം. ഓഹോ, രണ്ടോ? പഠിച്ചോനെ, ഒന്ന് പോരെ മോളെ? രണ്ട് കുട്ടികളെ വേണം. അപ്പോൾ കളിക്കാൻ കുറേ കുട്ടികൾ ഉണ്ടാവുമല്ലോ. ഓ, മാഷാ അല്ലാ, മോളെ നല്ലോണം സംസാരിക്കുന്നുണ്ട് കേട്ടോ മോള്. ആ, അവൾക്ക് കുറച്ച് വാചകം ഏറിയാണ് ഡോക്ടറെ. എന്നാൽ ഇരിക്കട്ടോ, ഞാനിപ്പോൾ വരാവേ. സെമീറ, കയറി കിടന്നോളൂ കേട്ടോ. എന്തൊക്കെയാണ് സെമീറ വിശേഷങ്ങൾ? മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? കുറച്ചായിട്ടുള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞു. ആ, ഓക്കെ ഓക്കെ. ആ, പിന്നെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചെറിയ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് അഴിഞ്ഞു കിടന്നേ. ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കട്ടെ. ആ, ഓക്കെ. ഇത് ആദ്യത്തെ പ്രസവമാണല്ലേ? അതെ ഡോക്ടറെ. മക്കളുണ്ടാവില്ലെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയതാണ് എല്ലാവരും. ആണോ? ഓ, മാഷല്ലാ. ശരിക്കും ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് അവളുടെ അടിവയറ്റിൽ പരിശോധിച്ച് തുടങ്ങി. റഹ്മാനെ, അല്ലാ, ശരിക്കും അത് ശ്രദ്ധിച്ച് കേട്ടു ഡോക്ടർ. നന്നായിട്ട് കൈകൊണ്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം സ്റ്റെതസ്കോപ്പ് എടുത്ത് വയറ്റിൽ ഇടയ്ക്കിടെ വെച്ചുകൊണ്ടിരുന്നു. അതെ, ഡോക്ടർ എന്തോ ശ്രദ്ധിക്കുന്നു. സമീറ ശ്രദ്ധിച്ചു. റബ്ബേ, കുഴപ്പമൊന്നുമില്ല, ഞാൻ മതിയായിരുന്നല്ല. അല്ലാഹുവേ റഹ്മാനെ. പെട്ടെന്നാണ് ഡോക്ടർ വയറിൻ്റെ രണ്ടു ഭാഗത്തുമായിട്ട് മാറി മാറി വെച്ച് നോക്കിയപ്പോൾ ഹൃദയമിടിപ്പ് കിട്ടി. അതെ, അതൊരു ഭ്രൂണത്തിലാണെങ്കിലും ഹൃദയമിടിപ്പ് ഉണ്ടാവുമല്ലോ. മോളെ, മിടിപ്പ് നല്ലോണം കേൾക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഡോക്ടർ പിന്നെയും ശ്രദ്ധിച്ചു നോക്കി. മോളെ, ഒരു സ്കാനിങ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഇന്നിപ്പോൾ വേണ്ട, കുറച്ചുകൂടെ ഒരു 2 ആഴ്ച കഴിയട്ടെ കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി കറക്റ്റ് ഒന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ മോളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ വിചാരിച്ച് തരാതിരിക്കൂല. എങ്കിലും നമ്മൾക്ക് ഒരു കരുതൽ ഉണ്ടാകുന്ന നല്ലതാണ് മോളെ. കുറച്ച് ശ്രദ്ധിക്കട്ടോ, കാരണം ചെറിയൊരു ഡൗട്ട്സ് ഉണ്ട്. ഒരു നിമിഷം സെമീറ ഭയന്നു. ഡോക്ടറെ, എന്താ, എന്തെങ്കിലും പ്രോബ്ലം? അല്ല, ഒന്നുമില്ല, ചെറുതായിട്ടൊരു ഹൃദയമിടിപ്പ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, സ്കാൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്, കാരണം ഇത് ഡേറ്റ് തെറ്റിയിട്ടല്ലേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വരി കേട്ടോ. സമീറുടെ മനസ്സിൽ സന്തോഷമുണ്ട്, അതിലേറെ സങ്കടവുമുണ്ട്. റബ്ബേ, അതെ, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ എന്താണെന്ന് കറക്റ്റ് ഡോക്ടർ പറഞ്ഞില്ല. റബ്ബേ, എനിക്ക് ഡോക്ടറെ എന്തെങ്കിലും കുഴപ്പം? ഹേയ്, നോ താങ്ക്സ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കേണ്ട. നല്ല മനസ്സ് റിലാക്സ് ആയിട്ട് അള്ളാഹു നമുക്കൊരു സൗഭാഗ്യം തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. അങ്ങനെ ഡോക്ടർ നേരെ ഉസ്താദിൻ്റെ അരികിലെത്തി. അല്ല ഉസ്താദേ, എന്ത് പറയുന്നു? ഡോക്ടറെ, എന്തെങ്കിലും എനി പ്രോബ്ലം? നോ പ്രോബ്ലം, ഒന്നുമില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്നിട്ട് ഇവിടെ നിന്ന് സ്കാൻ ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു പരിശോധനയിൽ ഹൃദയമിടിപ്പ് ചെറുതായിട്ട് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക്. എങ്കിലും ചെറിയൊരു ഡൗട്ട് ക്ലിയറൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒക്കെ അങ്ങോട്ട് സെറ്റാക്കാമല്ലോ അല്ലേ? കാരണം നമുക്കത് കറക്റ്റ് നമുക്ക് ചെയ്യാം, നമുക്ക് ഉറപ്പിക്കാം. ഡോക്ടറെ, അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രോബ്ലം? നോ പ്രോബ്ലം എന്നല്ല, നമുക്ക് അള്ളാഹു തരാൻ വിചാരിച്ചാണെങ്കിൽ തരുമല്ലോ അല്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. പടച്ച റബ്ബിൻ്റെ വിധി പോലെല്ലാം നടക്കും. ഡോക്ടറെ, ഞാനൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഡോക്ടറെ. എന്താ ഉസ്താദ് പറഞ്ഞോളൂ. അതായത് അവളെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ആദ്യ ഭർത്താവിൻ്റെ പേരിൽ നിന്ന് ഉപദ്രവവും കാര്യങ്ങളൊക്കെ സഹിച്ചു വന്നതാണ് അവൾ. മച്ചിയെന്ന് മുദ്ര കുത്തിയതാണ് അവളെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറെ, എനിക്ക് മോളുണ്ട്. അത് ഐഷു, സ്വന്തം മോളെ പോലെ അവളെ കരുതുന്നുണ്ട്. പക്ഷേ അവൾക്കായിട്ട് ഒരു കുഞ്ഞ്
അതൊരു സ്വപ്നമാണ്. കാരണം എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഒന്ന് തിരുത്തുവാനും പിന്നെ അവൾക്കൊരു കുഞ്ഞിനെ താലോലിക്കുക എന്ന് വെച്ചാൽ വല്ലാത്ത ആഗ്രഹമാണ് ഡോക്ടറെ. എൻ്റെ പൊന്നുമോളെ എങ്ങനെ അവൾ നോക്കുന്നോ അത് സ്വന്തമായിട്ടൊന്ന് പ്രസവിക്കാനും ഒന്ന് മുലയൂട്ടാനും ഒക്കെ ഏതൊരു പെണ്ണിനും ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ അവളോട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമെല്ലാം പറഞ്ഞത്. അത്രയ്ക്ക് അവൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും അവൾക്കും വല്ലാതെ സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇത്. ഡേറ്റ് തെറ്റി എന്നുള്ളത് അവൾക്ക് ചെറുതായിട്ടൊരു ഓക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയാണ് നിർബന്ധിച്ച് പറഞ്ഞയച്ചത് ഇതിനും വേണ്ടിയിട്ട്. ഉമ്മ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പുത്തൻ വീട് തറവാടെന്ന് കേട്ടിട്ടുണ്ട് ഡോക്ടർ. ഓ, അത് പിന്നെ കേൾക്കാതെ വലിയ ദാനശീലയായ ഒരു ഉമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അത് അവിടെ ആ ഉമ്മയാണ് ഇവളെ എടുത്ത് പിന്നെ വളർത്തിയത്. അതായത് ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥയിൽ അവളെ പരിചരിത്തുന്നു, അവളെ കൊണ്ട് നടന്നു, എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചതൊക്കെ അവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കും വല്ലാത്ത ആഗ്രഹമുണ്ട് എല്ലാം ഒന്ന് റെഡിയായി കാണാൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അതൊക്കെ അള്ളാഹു നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പടച്ച റബ്ബിനോട് നിങ്ങൾ ചോദിച്ചോളി, നിങ്ങൾക്ക് ഞാൻ തരാം. അള്ളാഹ് പറഞ്ഞതാണിത്. നിങ്ങൾ ചോദിക്കൂ, ഞാൻ തരും. ഇഷ്ടമാണ് പഠിച്ചോന് ചോദിക്കണം. അത്രക്കും ഇഷ്ടമാണ്. ചോദിക്കുന്നവർ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാകാൻ കാരണം എന്താ? അള്ളാഹിന് ഓർമ്മയുണ്ടല്ലോ, എന്നെ ഓർക്കുന്നുണ്ടല്ലോ. ഇവർക്ക് അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞിട്ടും അവരെന്നെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ. അതെ, റഹ്മാനും റഹീമുമാണ്. വിശദമായൊരു ക്ലാസ്സിലേക്കല്ല ഞാൻ പ്രവേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് എല്ലാം അറിയാം. അതെ, ശരിയാണ്. ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുന്നവർ, അങ്ങനെയാണല്ലോ അല്ലേ? വഴിപ്പെട്ടവർക്ക് മാത്രമല്ല വഴിപ്പെടാത്തവർക്കും. അത് കാരുണ്യവാനും കരുണാനിധിയുമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് പെരുത്ത് ഇഷ്ടമായിരിക്കും. നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്നല്ലേ. പഠിച്ച റബ്ബിനോട് നിരന്തരം ചോദിച്ചു കഴിഞ്ഞാൽ തരും അല്ലേ? ഞാനിതൊന്നും ഉസ്താദിനോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിച്ചതിൻ്റെത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നുമില്ല. അത് നല്ല രീതിയിൽ റാഹത്താകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോഴേക്കും സമീറ അങ്ങോട്ട് വന്നു. എന്ത് സമീറ, ഓക്കെ അല്ലേ? എന്നാൽ ശരി കേട്ടോ. പിന്നെ മെഡിസിനും കാര്യങ്ങളും ചെറുതായിട്ടൊരു മെഡിസിൻ ഞാൻ എഴുതുന്നുണ്ട്. അതൊന്ന് രാത്രി ഒന്ന് കിടക്കാൻ സമയത്തൊന്ന് കഴിക്കുക കേട്ടോ. അത് കഴിച്ച് കൂടുതലായിട്ട് ഞാൻ മെഡിസിൻസ് എഴുതുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. എന്താ പറയുക, ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക കേട്ടോ. പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട. അതൊക്കെ കൊതിയാകുമ്പോൾ എപ്പോഴും കഴിക്കുക എന്നല്ലാതെ നമ്മൾ വീട്ടിൽ നല്ല രീതിയിൽ വൃത്തിയായി കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കുക. എന്നാൽ ഡോക്ടറിനോട് പറഞ്ഞു, അത് ഡോക്ടറെ അതങ്ങനെ തന്നെയാണ്, അവൾ തന്നെ നല്ല സ്പെഷ്യലിസ്റ്റാണ് കുക്കിങ്ങിന്. ഓ, അങ്ങനെയാണോ? ഓ, കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അല്ലേ? ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് നല്ല വിശ്വാസത്തോടെ കഴിക്കാമല്ലോ, അതായിരിക്കും നല്ലത്. നോ പ്രോബ്ലം. പിന്നെ കുഴപ്പമൊന്നും 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും വന്ന് സ്കാൻ ചെയ്യാൻ കേട്ടോ ഒന്ന്. ഓക്കെ ഓക്കെ മോളൂ ഡോക്ടറെ, പോട്ടെ. ഓക്കെ മോള്, താങ്ക് യു. എന്തൊക്കെ തന്നെയാലും ഉസ്താദിൻ്റെ മനസ്സിൽ അല്പം ഒരു ആശ്വാസം തോന്നി. എങ്കിലും അവർക്ക് ഡൗട്ടുണ്ടായിരുന്നു. എന്തിനായിരിക്കും 2 ആഴ്ച കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത്. സാധാരണ 3 മാസം 4 മാസമൊക്കെ ആകുമ്പോഴാണല്ലോ ഫസ്റ്റ് സ്കാനിങ്. പക്ഷേ ഇത് 2 ആഴ്ച കഴിഞ്ഞ ഉടനെ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ആകുലത ഉണ്ടായിരുന്നു. എന്നാൽ അതാ സമീറയുടെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു. ഷെമി, അത് ഫോൺ എടുക്കുന്നു ബാഗിൽ നിന്ന്. ഉമ്മയാണ്. ഹലോ ഉമ്മ. മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ, എന്തായി മോളെ പോയിട്ട്? ഉമ്മ, അത് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് ബ്ലഡാണ് ടെസ്റ്റ് ചെയ്ത് വിടുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് സ്കാനിങ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? പഠിച്ചോനെ, എന്നാൽ വേഗം പോന്നാളിൻ്റെ കുട്ടികൾ പാവം ചോറൊക്കെ വെച്ച് പോയതല്ലേ. ഈ കണ്ട ആൾക്കാർക്ക് മുഴുവനോ അല്ലാഹുവേ റഹ്മാനെ, കാക്ക് റഹ്മാനെ. മക്കൾ വേഗം പോന്നാളി ട്ടാ. അപ്പോഴേക്കും ഷമ്മാസ് എല്ലാവർക്കുമുള്ള ജ്യൂസ് അവിടെ അടിച്ചു വച്ചിരുന്നു. ഉസ്താദ് ചോദിച്ചു, ഷമി മോളെ എന്തെങ്കിലും ഫുഡ് കഴിക്കണോ? വേണ്ടിക്ക, പുറത്തുനിന്ന് ഒന്നും എനിക്ക് വേണ്ട, വീട്ടിലുള്ളത് തന്നെ മതി. എന്നാലും ഇതൊരു ജ്യൂസ് എന്തെങ്കിലും. വേണ്ടിക്ക, ഒന്നുമില്ല, ഇപ്പം എനിക്കൊന്നും വേണ്ട. ഐഷു
ഐഷുവിന് ഇപ്പം ഐഷുവിനും പുറത്തുനിന്ന് ഇനി വാങ്ങിക്കൊടുക്കണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം, ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിയാൽ മതി. അങ്ങനെ ഉസ്താദ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് അതാ പോകുന്നു. വാങ്ങാനുള്ള ആ ഒരു ഐറ്റം മെഡിസിനും വാങ്ങി അവരെ കാത്തിരിക്കുകയാണ് പുത്തൻ വീട് തറവാട്ടത്തെ എല്ലാവരും തന്നെ. അങ്ങനെ അതാ അവർ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടേക്കെത്തി. അവരെത്തി. എന്നാൽ ഈ സമയം അതാ ഫസീല പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. മോളെ, ഉമ്മ, അസ്സലാമലൈക്കും. സമീറ ഉമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്തായി മോളെ? ഒക്കെ ഹയറായില്ലേ? ഉമ്മ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. സമീറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ ചുംബിച്ചു. അവളുടെ നെറുകയിൽ ഒരുപാട് ചുംബിച്ചിട്ട് പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടിനെ പടച്ചോൻ കാക്കും, പടച്ചോൻ വലിയോനല്ലേ, അതിനും മേലല്ലല്ലോ. ഓ എൻ്റെ റബ്ബേ, വല്ലാത്തൊരു. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് വന്നിട്ട് പറഞ്ഞു, അല്ല എന്താ നല്ല ചിലവുണ്ടാവും കേട്ടോ. മാഷാ അല്ലാ. ഉസ്താദ് അത് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഷാമോനെ ദുആ ചെയ്യേ, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് മനസ്സിക്ക്, എന്താ ഏതാ അറിയില്ലല്ലോ. അവർക്കല്ല അതിനെക്കുറിച്ച് അറിയാം. ഒരു പക്ഷേ വ്യക്തമായും കൃത്യമായി അറിയാനല്ലേ തുടക്കത്തിൽ തന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ കുഞ്ഞ് ഏത് രീതിയിലുള്ളതാ, എങ്ങനെയാണ് ഏതാണെന്നൊക്കെ മനസ്സിലാവുമല്ലോ. ഇൻഷാ അല്ലാ അതൊക്കെ റാഹത്താകും, ഷമ്മസ് പറഞ്ഞു. അത് അവർക്കെല്ലാവർക്കും വല്ലാത്ത സന്തോഷം. എന്നാൽ ഈ സമയം അതാ സമീറയുടെ ഉമ്മയും ഉപ്പയും അവരെല്ലാവരും ആ ഒരു വീടിനോട് ഇണങ്ങി ചേർന്ന് കഴിഞ്ഞു. അവർ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് പോലും അവൾ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവർക്കൊരു ചമ്മലും ഉണ്ടായിരുന്നു. എന്നാൽ ഐഷുമ്മ ആ ഉമ്മയുടെ അരികിൽ ചെന്നിങ്ങനെ പറഞ്ഞു, എൻ്റെ ഫസീലയും എൻ്റെ നവാസും നിങ്ങളൊക്കെ ഇവിടെ നല്ല മട്ടത്തിൽ റാഹത്തോടു കൂടി നിൽക്കി, ഞങ്ങൾ ഇന്നാണ്ട് പോകും. ഫസീലാൻ ഒറ്റക്കിടാനും വെച്ച, കാരണം നവാസ് എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഓൻ പുറത്ത് പോണ മനുഷ്യനല്ലേ. പിന്നെ ഓനൊന്ന് തിരിച്ചു പോണ പരിപാടി ഉണ്ട്, ഓന് ഗൾഫിക്കൊന്ന് പോകണം. അപ്പം എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അതിൻ്റെ മുമ്പ് ഒരു ഉംറക്ക് എല്ലാവരും കൂടി ഉണ്ട് പോവുക എന്നുള്ളതാണ്. ഇങ്ങക്കും പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണത്. ശരിക്കും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഐഷുമ്മ, ഞങ്ങൾക്കൊക്കെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവും. അതിനെന്താ, നിങ്ങളൊന്നുകൊണ്ടും വിചാരിക്കണ്ട, നിങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കണ്ട, ഇങ്ങൾക്കൊക്കെ അതിനുള്ള ഭാഗ്യം പടച്ച റബ്ബ് തരൂലേ. ഒന്നും വിചാരിക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു തആല വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ലഭിക്കും. ഉപ്പാക്കും ഉപ്പാനെ കൊണ്ടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉപ്പാക്കും നടക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയ വീൽ ചെയറും കാര്യങ്ങളും എല്ലാം കിട്ടും, എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും കൂടെ എന്നിട്ട് പോരി ഉംറക്ക്. അതായിരിക്കും നല്ലത്. പിന്നെ പോരാത്തിന് കുഞ്ഞും ഇല്ലേ നിങ്ങളപ്പം, കുഞ്ഞു നോക്കാനും ഇല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾക്കൊരു വിഷമം? അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അതിനെന്താ, നമ്മൾ നല്ല നിലക്ക് നമ്മൾ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാവർക്കും നമ്മൾക്ക് ഏതെങ്കിലും പഠിച്ചോൻ തന്നത് എന്തിനാ, നമുക്ക് ഒറ്റ കഴിയാനല്ല, അത് ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കാനാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഉള്ളവർ മാത്രം സുഖമായി ജീവിക്കാനോ അല്ലെങ്കിൽ കാലാകാലം ഓല് സുഖമായി ജീവിക്കുക, മറ്റുള്ളവർ പാവപ്പെട്ടവരായി ജീവിക്കുക, അതിനല്ല പഠിച്ചോൻ തന്ന് പരീക്ഷിക്കുകയാണിത്. പഠിച്ചോൻ നമുക്ക് തരും. ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, ആർക്കൊക്കെ ഓൽക്ക് ഉണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് നോക്കൂ. ഉള്ളവരില്ലാത്തവർക്ക് കൊടുത്തിട്ട് എല്ലാവരും സമന്മാരാകണം. എന്നാൽ എന്താണ്, റാഹത്താകും. അല്ലാതെ ഉള്ളവർക്ക് മാത്രം ഓല് വീട് അട്ടിമലട്ടി ഉണ്ടാക്കുക, അങ്ങനെ പലതും കാട്ടിക്കൂട്ടുക ഓല ഇഷ്ടം പോലെ. പാവപ്പെട്ട അപ്പുറത്ത് നമ്മുടെ ഒരു മുഅ്മിനായ ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാണ്. നമുക്കുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അങ്ങനെയാണല്ലേ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും വലിയ പുത്തിരിയല്ല. എല്ലാവർക്കും എല്ലാം വേണം, വീടും വേണം, എല്ലാവരും ഉംറക്കും പോകണം, വാഹനം വേണം. അതാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹം. നമ്മളെ കൊണ്ട് കഴിയണം അത്ര എല്ലാവരും സഹായിക്കുക. അപ്പോഴാണ് പഠിച്ച റബ്ബിൻ്റെ തിരുനോട്ടം നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പാസ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നവാസിനോട് തന്നെ ഞാൻ പറഞ്ഞു കണ്ട് ഇങ്ങൾക്കുള്ള പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി എടുക്കാം കേട്ടോ. ശരിക്കും ആ ഉമ്മ കരയുകയായിരുന്നു. ഉമ്മ നേരെ ഉപ്പയുടെ അരികിലേക്ക് എത്തി. അതെ, പിന്നെണ്ടല്ലോ, എന്തേ ഇങ്ങക്ക് ഇവിടെ പാർത്തിട്ട് എങ്ങനെയുണ്ട്? മാഷാ അല്ലാ, സ്വർഗത്തിൽ പാർക്കണ പോരല്ലേ ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കണത്. ഞമ്മക്കിതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് കരുതിയിരിക്കണം. പിന്നെ ഞമ്മക്കൊന്ന് ഉംറക്ക് പോയിനു. എന്താ ഈ പറയണത്? പൈസ 5ൻ്റെ പൈസ കയ്യിലില്ലാത്ത നമ്മൾ ഉംറക്ക് പോവേ? എന്താ
മനസ്സിൽ പൂതിണ്ടല്ലേ എനിക്ക്? ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിധി ഉണ്ടാവും. മരിക്കണതിന് മുമ്പ് ഒരു വട്ടെങ്കിലും കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനവും അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റൗള ഷെരീഫിൽ പോയിട്ട് അസ്സലാത്തു വസ്സലാം അലൈക്ക് സയ്യിദി യാ റസൂലല്ലാ എന്ന് പറയാനുള്ള മോഹം മനസ്സിൽ തെല്ലോ ഉണ്ട്. എന്നും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാ എന്തെങ്കിലും ഒരിക്കലും അല്ലാഹു. എന്നാലേ പിന്നെ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞിരിക്കണ്. ആര്? എന്താ എന്താ ഈ പറയണത്? അതെ, പിന്നെണ്ടല്ലോ ആയുഷമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ പോയി എടുക്കാൻ, എന്നിട്ട് പെട്ടെന്ന് ഉംറക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളും മക്കളും എല്ലാവരും കൂടി പോവുകയാണത്രേ. ശരിക്കും ആ പിതാവ് കരഞ്ഞു പോയി. എന്താ ഞാനീ കേൾക്കുന്നത്? സത്യമാണോ? അതേന്നേ, സത്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ. എന്നാൽ ആയുഷും അങ്ങോട്ട് വന്നു. എന്തേ നിങ്ങളെന്നാ ഒരുങ്ങിക്കോളി കേട്ടോ, പാസ്പോർട്ട് എടുക്കാൻ പോകാം. എന്നാണ്ട് അപേക്ഷിച്ചാലേ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലേണ്ടി വരും. അപ്പം അവിടെ പോയിട്ട് ഓലെ നമ്മളെ കാര്യങ്ങളും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് പാസ്പോർട്ട് എളുപ്പം കിട്ടും. എളുപ്പം കിട്ടണതന്നെ എളുപ്പം കിട്ടും. അങ്ങനെയാണല്ലോ ആ കപ്പം കിട്ടാനുള്ള എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. ഒന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സമാധാനത്തോടു കൂടി പോയിക്കോളി. എന്നാൽ അപ്പോഴേക്കും സമീർ അടുക്കളയിലെത്തി. അതെ, ദമ്മ് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. ഫസീല പറഞ്ഞു, ഷെമി ഞാൻ എല്ലാം ഓക്കെയാണ്, പക്ഷെ ദമ്മ് പൊട്ടിക്കാൻ ഇനിയിപ്പോൾ ഷെമി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒക്കെ പിടിച്ചു തരാം, എന്ത് ചെയ്യേണ്ടതൊന്ന്. അതൊന്നും കുഴപ്പമില്ല. അവൾ തന്നെ ആ മൂടിയെല്ലാം എടുത്തു വെച്ച് ഇനി ഞാൻ സേവ് ചെയ്തോളാം. ഫസീലയും സമീറയും കൂടെ മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മുകളിലുള്ള റൈസെല്ലാം മാറ്റി നല്ല അടിപൊളി ബീഫ് ബിരിയാണിയുടെ മണം അപ്പോഴേക്കും എല്ലാവരുടെയും മൂക്കിലേക്ക് അടിച്ചു. എല്ലാവരും അടുക്കളയുടെ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങി. നല്ല ബീഫൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല വെന്തിട്ടുണ്ട്. ആ മാഷാ അല്ലാ എന്നു ഷമ്മാസ്. ആഹാ, നല്ല ബീഫ് ബിരിയാണിയുടെ കൊതിച്ച് നിന്നിട്ട് ഒരുപാട് സമയമായി, ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ കേട്ടോ. അപ്പോൾ നുസി പറഞ്ഞു, എൻ്റെ ഇക്ക എന്ത് നിങ്ങളിങ്ങനെ? അതിനെന്താടി, നല്ല അടിപൊളി ബിരിയാണി എൻ്റെ ഇത്ത വെക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് 2 ഇത്തമാരും നല്ല ഫുഡ് ഉണ്ടാക്കാൻ നല്ല സ്പെഷ്യലാണ് കേട്ടോ. ശരിക്കും അത് കേട്ട് സമീറയും ഫസീലയും ചിരിച്ചു. അതിനെന്താ, ഫുഡൊക്കെ ഉണ്ടാക്കാമല്ലോ, അതിനൊന്നൊരു കുഴപ്പമില്ല, സ്നേഹത്തോടെ ഫസീല പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും അത് വിളമ്പുമ്പോൾ ഷമ്മാസ് പറഞ്ഞു, പൊന്നിത്ത ഷെമിത്ത ഒന്ന് അങ്ങോട്ട് മാറിപ്പോയിക്കൊള്ളിഞ്ഞ് മതി. ഓക്കെ, ഒന്ന് ദമ്മ് പൊട്ടിക്കലായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ചെല്ലി അങ്ങോട്ട് അതൊന്ന് താങ്ങി പിടിച്ച് കണ്ടേ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേ പൊന്നു ഷെമിത്ത എന്ന് പറഞ്ഞ് ഉസ്താദ് നിങ്ങളെ വിളിക്കണ്. അല്ല, വിളിച്ചോ? നേരെ അതാ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഷെമി പോയി. എന്നെ വിളിച്ചേക്കാം? ആര്? ഞാൻ വിളിച്ചില്ലല്ലോ. പിന്നെ ഷാമും പറഞ്ഞല്ലോ. ഞാൻ വിളിച്ചിട്ടില്ല. എന്നെ അവിടുന്ന് പണി എങ്ങനെ എടുക്കുന്നിട്ട് ഇങ്ങോട്ട് മാറ്റിയതായിരിക്കും. അല്ല പെണ്ണെ, എല്ലാവർക്കും എന്തൊരു സ്നേഹാലേ നിന്നോട്. നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം എൻ്റെ പൊന്നിക്ക. അത് എന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ എല്ലാം. അപ്പോഴേക്കും ബിരിയാണി എല്ലാം സെർവ് ചെയ്ത് അതാ ശരിക്കും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനിടയ്ക്ക് നല്ലൊരു ചമ്മന്തിയും ഉണ്ടാക്കി, അച്ചാറും തൈരും സാലഡും, അതിൻ്റെ കൂട്ടത്തിലേക്ക് പപ്പടവും പായസവും ജ്യൂസും എല്ലാം കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ അതാ എല്ലാവരും ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരുമിച്ച് എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക വല്ലാത്തൊരു സൗന്ദര്യമുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് അതാ ഐഷുമ്മ പറഞ്ഞു, എൻ്റെ സാജിയും എൻ്റെ ഫൈസലിൻ്റെയും ഒരു കുറവും കൂടി ഉണ്ട്. ഇൻഷാ അല്ലാ വൈകാതെ തന്നെ എല്ലാവരും കൂടി കൂടിയിട്ട് പുത്തൻ വീട് തറവാട്ടിലൊന്ന് കൂടണം, എന്നാലേ മനസ്സൊക്കെ ഒരു സന്തോഷമുള്ളൂ. എന്തോ ഇപ്പം സന്തോഷമല്ലേ? ഇല്ലായിട്ടല്ല, ഫൈസൽ ഗൾഫിലല്ലേ, പിന്നെ സാജിയാണെങ്കിൽ പ്രസവത്തിൻ്റെ ടൈമിലും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും സന്തോഷത്തോടെ അതാ ഫുഡ് കഴിച്ചു കൊണ്ടിരുന്നു. നല്ല ടേസ്റ്റ്. ബീഫ് ബിരിയാണി ഇപ്പോഴൊന്നും അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ കഴിച്ചിട്ടില്ല, ഷമ്മാസ് പറഞ്ഞു. മാഷാ അല്ലാ, അതിഗംഭീരം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഫുഡ് കഴിച്ചു. അത് എത്ര സോഫ്റ്റാണ് ഈ ബീഫൊക്കെ അല്ലേ. ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. എന്താണിത്, അടിപൊളി സാധനം. റാഹത്തോടു കൂടി അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഷമ്മാസ് പറഞ്ഞു, പണ്ടെന്നോ ഒരു കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ ഇതേ ടേസ്റ്റുള്ളൊരു ബിരിയാണി കഴിച്ചിരുന്നു, അതുപോലെയാണ് തോന്നുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണമെല്ലാം കഴിച്ചു. അതെ, ടേസ്റ്റുള്ള ആ ഒരു പായസവും
കുടിച്ചു. എല്ലാവരും റാഹത്തായി. ഐഷുമ്മയും പറഞ്ഞു, അൽഹംദുലില്ലാ റഹ്മാനെ, എന്നും ഈ ഒരു സന്തോഷം നിലനിർത്തി തരണേ അല്ലാ. അത് ശരിക്കും ഫസീലയുടെ ഉമ്മയും ഉപ്പയും അവർ നല്ല രീതിയിൽ പരിഗണിച്ചിരുന്നു. കുഞ്ഞുവിന് ചെറിയൊരു നാണൊക്കെ ഉണ്ട് എല്ലാവരും കൂട്ടത്തിലൊക്കെ നിന്നിട്ട്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, എൻ്റെ പൊന്നാര കുഞ്ഞോ, ഞങ്ങളൊക്കെ പോകും, നാണിക്കണ്ട നീയെ. അതിനെന്തോ ഉമ്മ, എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നിൻ്റെ മുഖത്ത് ആ നാണം കണ്ടാൽ അറിയാം. ഞങ്ങളൊക്കെ പോകും. എൻ്റെ കുട്ടീൻ്റെ പെങ്ങളും ഉമ്മയും ബാപ്പയും മക്കളും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മക്കളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരണം. പിന്നെ എൻ്റെ അളിയൻ നവാസ്ക എന്തായാലും ഇവിടെ ഉണ്ടാകും. ഇടയ്ക്ക് അവിടെയും വരട്ടെ, ഇടയ്ക്ക് ഇവിടെയും വരട്ടെ. എന്ത് കുഞ്ഞിന് മനസ്സിന് വല്ലാത്ത സന്തോഷം. അതെ, പുതിയൊരു ജീവിതം, അതെ നല്ലൊരു കുടുംബം അള്ളാഹുവേ ഞങ്ങൾക്ക് വീണ്ടും ലഭിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിച്ചു. ഒരു നിമിഷം അൽഹംദുലില്ലാ പറഞ്ഞു. എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അതാ ഒരു കോൾ വരുന്നു. അളിയനാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും ഷാമോനെ. പിന്നെ സാജി പ്രസവിച്ചുട്ടോ? അൽഹംദുലില്ലാ ആൺകുട്ടിയാണ്. ഒരു നിമിഷം പുത്തൻവീട് തറവാട്ടിലെ എല്ലാവരോടുമായി ഷാമോൻ അത് പറഞ്ഞു. മോനെ ആരടാ, മോനെ ആരെ വിളിച്ചത്? ഉമ്മ, സാജി പ്രസവിച്ചു, ആൺകുട്ടിയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷം. അവരെല്ലാവരും പടച്ച റബ്ബിനെ സ്തുതിച്ചു. അതെ, ഹോസ്പിറ്റലിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയിച്ചതുമില്ല. ഡേറ്റ് ആയിട്ടുമില്ലല്ലോ. ഡേറ്റിന് ഇനിയും 3-4 ദിവസം ബാക്കിയുണ്ടല്ലോ. എന്ത് സംഭവിച്ചത് അറിയുവാൻ വേണ്ടിയിട്ട് അവർക്ക് തിടുക്കമായി. എന്നാലും ഉമ്മ കണ്ണുനീരോടെ കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അൽഹംദുലില്ലാ റഹ്മാനെ, അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. അല്ലാ, നീ എത്ര കാരുണ്യവാനാണ്. സന്തോഷത്തോടെ പുത്തൻ വീട് തറവാട്ടിലെ വീണ്ടും വീണ്ടും സന്തോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റും. ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി കഥയിലേക്ക് നാളെ പ്രവേശിക്കാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീർത്തു തരട്ടെ. അതുപോലെ നമ്മളുടെ ഇടയിൽ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അനിയത്തിക്ക് അതുപോലെ 2-3 ദിവസമായി നല്ല പനിയും ഛർദിയൊക്കെ ആയിട്ട് തീരെ സുഖമില്ല. ഇപ്പോൾ പനിയില്ല, എന്താ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴൊന്നും ഒന്നും കാണുന്നില്ല. എന്താ അസുഖം ഇതുവരെ കണ്ടെത്താനായിട്ടുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഒരിക്കൽ കൂടി.